തലയിൽ അപ്ലൈ ചെയ്യാൻ മുട്ടയുടെ വെള്ളയാണോ നല്ലത് അതോ മുട്ടയുടെ മഞ്ഞയാണോ നല്ലത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുട്ട തലയിൽ തേക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് മുട്ടയുടെ വെള്ളയാണോ മുട്ടയുടെ മഞ്ഞയാണോ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള നമുക്ക് ഒരേ ഒരു മുട്ടയാണ്. ഞാൻ ഒരേ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിതിന് നാടൻ മുട്ടയാണോ അല്ലെങ്കിൽ വെള്ളക്കോഴി മുട്ടയാണോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാവുന്നതാണ്. പലതരം മാസ്കുകൾ പല ആൾക്കാരും പരിചയപ്പെടുത്താറുണ്ടല്ലേ. അതിലൊക്കെ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് ചിലപ്പോൾ നമ്മുടെ മുട്ടയായിരിക്കും. അപ്പോൾ മുട്ട ഉപയോഗിക്കുന്നവർക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് മുട്ടയുടെ മഞ്ഞയാണോ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ ഹെയറിന്, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയാണോ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് എന്നൊക്കെ പല ആൾക്കാർക്ക് സംശയം കാണും. അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അവർ പറയും മുട്ടയുടെ വെള്ളയാണ് ഏറ്റവും കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം അനുസരിച്ച് എനിക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ആണ് എനിക്ക്. അതായത് നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമുക്കൊരു നോർമൽ ഹെയർ ആണെങ്കിൽ നമുക്ക് മുട്ടയുടെ ഫുൾ, അതായത് മഞ്ഞയും വെള്ളയും എല്ലാം നമുക്ക് ചേർത്ത് നമ്മുടെ തലയിൽ തേക്കാൻ കേട്ടോ. നേരെ മറിച്ച് നമ്മുടെ ഹെയർ ഡ്രൈ ആണെങ്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞ മാത്രമേ ചേർക്കാൻ വേണ്ടിയിട്ട് പാടുള്ളേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ തേക്കുന്നത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെയാണ് തേക്കുന്നത്. അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം മുട്ടയുടെ വെള്ളയും മഞ്ഞയും മിക്സ് ആവണേ. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ തേക്കുന്നത് അതിൻ്റെ 2-3 തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡാബർ ആംലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വെളിച്ചെണ്ണ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും നമ്മുടെ ഹെയർ ഓയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുളിക്കുന്നതിനൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മുന്നെയാണ് നമ്മളിത് നമ്മുടെ തലയിലേക്ക്, സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചെയ്യാൻ കേട്ടോ. അതായത് മുട്ട മാത്രമായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പം ഹെയർ ഓയിൽ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഹെയർ ഓയിൽ തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ മുട്ട മാത്രമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഹെയർ ഓയിൽ മസ്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ ഞാൻ ഹെയർ ഓയിൽ ചെയ്തിട്ടില്ല നേരത്തെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ തലമുടിയുടെ കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഈ മുട്ട മാസ്ക് ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മൾ എന്ത് ഹെയർ മാസ്കും ഹെയർ പാക്കും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താലും മുടിയുടെ കെട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് മുട്ടയുടെ മഞ്ഞയിൽ സൾഫർ ഉണ്ട് കേട്ടോ. ഈ സൾഫർ നമ്മുടെ മുടിയെ നല്ല ഹെൽത്തി ആക്കാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ളതാക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും എല്ലാം വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിലെ വേരുകളെ ശക്തിപ്പെടുത്തും. അതുപോലെ നമ്മുടെ സ്കാൽപ്പിനെ അത് നല്ല ക്ലീൻ ആക്കുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അമിതമായിട്ട് നമ്മളിത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അത് നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ മുടി ഊരിപ്പോകാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അമിതമായിട്ടിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. നമ്മുടെ മുട്ടയുടെ വെള്ളയിലാണെങ്കിൽ സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, അങ്ങനെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുട്ടയുടെ വെള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു വെച്ച് വളരാനും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ മുട്ടയിൽ പ്രോട്ടീൻ, ബയോട്ടിൻ ഇതെല്ലാം ഉള്ളത് കൊണ്ട് മുട്ടയ്ക്ക് നമ്മുടെ മുടിക്ക് ആവശ്യമായ പോഷണം എല്ലാം നൽകാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും അതുപോലെ എടുക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മുട്ടയുടെ സ്മെല്ല് അത്ര പിടിക്കത്തില്ല. അവർക്ക് വേണമെങ്കിൽ ഇതിൽ 2-3 തുള്ളി നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്തിട്ട് തേക്കാവുന്നതാണ്. അത് നമ്മുടെ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ സ്മെല്ല് കുഴപ്പമില്ല. ഞാനിപ്പം നാടൻ താളി ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകാൻ വേണ്ടിയിട്ട് പോയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ നാരങ്ങ നീര് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മുട്ട തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തലയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി വേരുകളെ ശക്തിപ്പെടുത്തി മുടി നല്ല രീതിയിൽ വളരാനും മുടി പൊട്ടുന്നത് തടയാനെല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മുട്ട കൊണ്ടുള്ള മാസ്ക്, ഇങ്ങനെ മുട്ട മാത്രമായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ മുട്ട ആഡ് ചെയ്തിട്ട് തേച്ചാലും മതി. എന്തായാലും ആഴ്ചയിൽ 2 ദിവസം മുട്ട തേക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് ഇത് കഴുകി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി താളി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുടിയിടകളിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ അമിതമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇത് ആഴ്ചയിൽ 2 ദിവസം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കെട്ടി വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. അപ്പോൾ ബാക്കി കുറച്ച് മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്യാനുള്ള നാച്ചുറൽ താളി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാം. അതായിരിക്കും ബൈ ബൈ.